ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡിൻസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മളുടെ ഫോൺ കാണുന്നില്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കും, ഫോൺ സൈലൻറ്റ് മോഡിലായിരിക്കും. അത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് പാടുപെടും. സെർച്ച് ചെയ്ത് നമ്മൾ മടുക്കും. സോ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മളുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ മിസ്സിംഗ് ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു കിടിലൻ വഴിയുണ്ട്. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും സ്മാർട്ട് ഫോൺസിൽ ഒരു മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. സോ അത്തരത്തിൽ നമ്മുടെയൊക്കെ ഫോണിൽ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും അത് ചെയ്തിട്ടുണ്ടാകും. സോ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഫോൺ ട്രാക്ക് ചെയ്യും എന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ ഇതാണ് ആ ആപ്ലിക്കേഷൻ. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, 3 MB മാത്രമാണുള്ളത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഈ ഒരു ട്രിക്ക് അറിയാവുന്നവരുണ്ടാകും. ഇത് ന്യൂലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ട്രിക്കൊന്നുമല്ല. സോ അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അറിയത്തില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ക്രെഡൻഷ്യൽസ് ചോദിക്കും. സോ അവിടെ മെയിൽ ഐ ഡി, നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അറിയായിരിക്കുമല്ലോ. സോ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക. ഇത് നമ്മൾ മറ്റൊരു ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഫോൺ മറ്റെവിടെയോ ആണ്, നമുക്കത് ട്രാക്ക് ചെയ്യണം. സോ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് മറ്റൊരു ഡിവൈസിൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഞാൻ സൈൻ ഇൻ ചെയ്തു ഈ ഒരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുള്ള എത്ര ഡിവൈസസ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. സോ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ആ ഒരു ഡിവൈസ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. സോ നമുക്കറിയില്ല നമ്മുടെ ഫോൺ എവിടെയാണെന്ന്. സോ നമ്മുടെ എവിടെയെങ്കിലും നമ്മളുടെ പരിസരത്ത്, നമ്മളുടെ അടുത്തായിട്ട് തന്നെ ഉണ്ട്, സൈലൻറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ സൈലൻറ്റിലാണെങ്കിലും വൈബ്രേഷൻ മോഡിലാണെങ്കിലും നമ്മുടെ ഫോൺ റിംഗ് ടോൺ ബെല്ല് ചെയ്യുന്നതായിരിക്കും, റിങ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് ഇപ്പം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ, സ്റ്റോളൻ ആണെങ്കിൽ നമ്മളുടെ ഡിവൈസിനെ നമുക്ക് ഡാറ്റയൊക്കെ ഇൻസെക്യൂർ ആയിരിക്കും. സോ മറ്റൊരു ഡിവൈസിൽ നിന്നും നമ്മുടെ ഫോൺ സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സെക്യൂർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഫോൺ മറ്റൊരു ഡിവൈസിൽ നിന്നും ഹാർഡ് ലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റയൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എറേസ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഡാറ്റയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് എൻ്റെ സ്റ്റോളൻ ഫോൺ കണ്ടെടുക്കുക, അല്ലെങ്കിൽ മിസ്സിംഗ് ഫോൺ എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പറ്റുമോ, എന്താണ് അതിനുള്ള വഴികളെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ്സ് അയക്കുന്നുണ്ട്, മെസ്സേജസ് അയക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.